2023 സംഭവബഹുലമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ ഉദയം, 6 സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ചരിത്രപരമായ വനിതാ സംവരണ ബില്ല്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം 2023 രാഷ്ട്രീയമായി സജീവമായിരുന്നു. ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായി ഇടപെട്ട വർഷം കൂടിയാണ് കടന്നുപോകുന്നത്. എന്നാൽ 2023 ഇന്ത്യൻ രാഷ്ട്രീയം ഏറെക്കുറെ പ്രതിപക്ഷത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. അത് ഭാരത് ജോഡോ യാത്ര മുതൽ പാർലമെന്റിലെ പ്രതിപക്ഷ എംപിമാരുടെ സസ്പെൻഷൻ വരെ എത്തി നിൽക്കുന്നു. നോക്കാം 2023 ഇന്ത്യൻ രാഷ്ട്രീയം. 2022 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച 2023 ജനുവരി 30 കശ്മീരിൽ അവസാനിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര. 14 സംസ്ഥാനങ്ങളിലെ 75 ജില്ലകൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 135 ദിവസത്തെ യാത്രയിൽ രാഹുലും കൂട്ടരും പിന്നിട്ടത് 4080 കിലോമീറ്ററോളം. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പദയാത്ര പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി ചരിത്രം കുറിച്ചപ്പോൾ അത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും ചില്ലറയല്ല. മാർച്ച് 23 മോദി പരാമർശത്തിൽ സൂറത്ത് കോടതി രാഹുലിന് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ വിധിയും മിന്നൽ വേഗത്തിൽ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കിയ നടപടിയും വലിയ രാഷ്ട്രീയ ചലനങ്ങളാണ് രാജ്യത്തുണ്ടാക്കിയത്. മോദി സർക്കാർ അധികാരത്തിലേറിയിട്ട് 9 വർഷം പിന്നിട്ടിട്ടും സാധ്യമാകാത്ത ഒരു വിശാല പ്രതിപക്ഷ ഐക്യത്തിന്റെ ശബ്ദമായി പ്രതിഷേധങ്ങൾ മാറി. രാഹുലിന്റെ ശിക്ഷ പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇതോടെ MP സ്ഥാനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ചു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവ മൊയ്ത്രയെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. പാർലമെന്റിൽ ചോദ്യമുന്നയിക്കാൻ വ്യവസായിയിൽ നിന്നും പണവും സമ്മാനങ്ങളും കൈപ്പറ്റിയെന്നായിരുന്നു പരാതി. ഇത് പരിശോധിച്ച എത്തിക്സ് കമ്മിറ്റി ശുപാർശകൾ അംഗീകരിച്ച ലോക്സഭ ശബ്ദ വോട്ടോടെയാണ് നടപടി സ്വീകരിച്ചത്. 2023 BJP മുക്ത ദക്ഷിണേന്ത്യ എന്ന നേട്ടത്തോടെയാണ് കോൺഗ്രസ് കർണാടക കൈപ്പിടിയിൽ ഒതുക്കിയത്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും ജയത്തോടെ കോൺഗ്രസ് 4 സംസ്ഥാനങ്ങളിലും ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. അതേസമയം ദക്ഷിണേന്ത്യയിൽ കൈവശമുണ്ടായിരുന്ന ഏക സംസ്ഥാനവും കൈവിട്ടുപോയത് BJPക്ക് കനത്ത തിരിച്ചടിയായി. രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരം മെയ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഹിന്ദുത്വ നേതാവ് VD സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കാത്തതിലും വിമർശനമുയർന്നു. കോൺഗ്രസ് ഉൾപ്പെടെ 20 പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 26 പ്രതിപക്ഷ പാർട്ടികൾ കൈകോർത്തതാണ് 2023 മറ്റൊരു പ്രധാന രാഷ്ട്രീയ മുന്നേറ്റം. BJP നയിക്കുന്ന NDA സഖ്യത്തെ നേരിടാൻ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ സഖ്യം. ജൂൺ 23 പട്നയിലായിരുന്നു പ്രതിപക്ഷ സഖ്യത്തിന്റെ ആദ്യ യോഗം ചേർന്നത്. പിന്നീട് ബംഗളൂരുവിലും മുംബൈയിലും ഇന്ത്യ സഖ്യം മെഗാ സമ്മേളനങ്ങൾ നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ്, JDU, ആം ആദ്മി പാർട്ടി, CPIM, CPI, RJD തുടങ്ങിയവയാണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷികൾ. സനാതനധർമ്മം സമത്വത്തിനും സാമൂഹ്യനീതിക്കും എതിരാണെന്നും പകർച്ചവ്യാധികൾ പോലെ ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നുമുള്ള തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശം വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇന്ത്യ മുന്നണിക്കെതിരെ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി BJP രംഗത്തെത്തി. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ഹിന്ദു സംസ്കാരത്തെ വെറുക്കുന്നുവെന്നാണ് ഉദയനിധിയുടെ പരാമർശത്തിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. ഹൈന്ദവ വികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച സുപ്രീം കോടതി അഭിഭാഷകൻ വിനീത് ജിണ്ടാൽ നൽകിയ പരാതിയിൽ ഉദയനിധി സ്റ്റാലിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു. രാജ്യത്തിന്റെ പേരിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും 2023 സാക്ഷ്യം വഹിച്ചു. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയ ഔദ്യോഗിക വിരുന്നിന്റെ ക്ഷണക്കത്തിൽ ഭാരത് എന്ന പേര് ഉപയോഗിച്ചതിലാണ് തുടക്കം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നതിന് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നായിരുന്നു ക്ഷണക്കത്തിൽ പരാമർശിച്ചിരുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാക്കിയതിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പേര് മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് എന്നായി പ്രതിപക്ഷം. ഇന്ത്യ എന്ന പേര് കൊളോണിയൽ കാലത്തെ സൂചിപ്പിക്കുന്നതാണെന്ന വാദവുമായി BJP രംഗത്തെത്തി. രാജ്യത്തിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യം അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് ചരിത്രപരമായിരുന്നു. സംവരണം നിലവിൽ വന്നാൽ ലോക്സഭയിലെ വനിതാ MPമാരുടെ എണ്ണം 82-ൽ നിന്നും 181 ഉയരും. ബില്ല് നിയമമാകുന്നതോടെ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മിസോറാം, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനമായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിലയിരുത്തപ്പെട്ട പോരാട്ടത്തിൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഭരണം പിടിച്ച BJP വൻ മുന്നേറ്റം നടത്തി. 2 സംസ്ഥാനങ്ങൾ നഷ്ടമായ കോൺഗ്രസിന് തെലങ്കാനയിൽ ഭരണത്തിലെത്താനായത് മാത്രമായിരുന്നു ഏക ആശ്വാസം. മിസോറാമിലാകട്ടെ MNF-നെ വീഴ്ത്തി സോറം പീപ്പിൾസ് മൂവ്മെന്റ് അധികാരത്തിലേറി. ഡിസംബർ 13 രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിത സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റിലുണ്ടായത്. ശൂന്യവേള നടക്കുന്നതിനിടെ 2 പേർ സന്ദർശക ഗാലറിയിൽ നിന്ന് താഴേക്ക് ചാടി. തുടർന്ന് മുദ്രാവാക്യം വിളിക്കുകയും മുളക് സ്പ്രേ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു.
സുരക്ഷാ വീഴ്ചയെ ചൊല്ലി പാർലമെന്റിനകത്തും പുറത്തും ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 145 എംപിമാരെയാണ് പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതിന്റെ തുടർചലനങ്ങളും രാജ്യത്തുണ്ടായി. അറസ്റ്റിന്റെ രാഷ്ട്രീയവും 2023 രാജ്യം കണ്ടു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ED അറസ്റ്റ് ചെയ്തതും, നൈപുണ്യ വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ CID അറസ്റ്റ് ചെയ്തതും വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കാരണമായി. 2023 അവസാനിക്കുമ്പോൾ രാജ്യത്തെ പ്രധാന ചർച്ചാ വിഷയം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങാണ്. ഇനി വരാനിരിക്കുന്നതാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീപാറും പോരാട്ടവും. രാഷ്ട്രീയം വർഷങ്ങളുടെ കണക്കുകളല്ല, അതൊരു തുടർച്ചയാണ്. 2023 ഇന്ത്യൻ രാഷ്ട്രീയം ശക്തമായി തന്നെ തുടരുന്നു.